ഏത് വകുപ്പ് ലഭിച്ചാലും അഴിമതിരഹിതമായി കൈകാര്യം ചെയ്യുമെന്ന് കായംകുളത്തെ നിയുക്ത MLA എം ലിജു. മുൻപുണ്ടായിരുന്ന മികച്ച കാര്യങ്ങൾ നിലനിർത്തുമെന്നും ആവശ്യമായ മേഖലയിൽ മാറ്റം കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾക്കാണ് മുൻഗണന നൽകുക എന്നും ലഭിക്കുന്ന വകുപ്പിനെ നീതിപൂർവവും സത്യസന്ധമായും കൈകാര്യം ചെയ്യുമെന്നും കായംകുളത്തെ നിയുക്ത MLA എം ലിജു പറഞ്ഞു. ഏത് വകുപ്പ് ലഭിച്ചാലും ഏറ്റവും സത്യസന്ധമായി മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. അഴിമതിരഹിതമായി സത്യസന്ധമായി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, അതോടൊപ്പം തന്നെ മുൻപ് ഭരിച്ച ഭരണകൂടങ്ങളുടെ മികച്ച മാതൃകകളെ തുടരുന്ന, നമ്മളൊന്നൊരു ക്ലീൻ സെറ്റിലല്ലല്ലോ തുടങ്ങുന്നത്, അപ്പോൾ ഇതൊരു തുടർച്ചയാണ്. മുമ്പ് ഭരിച്ച ഭരണകൂടങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള നല്ല മാതൃകകൾ തുടരാനും അതോടൊപ്പം തന്നെ അതിൽ മാറ്റേണ്ടതിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അതിന് ഏത് വകുപ്പ് ലഭിച്ചാലും നമുക്കതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവും. ഏത് വകുപ്പാണ് ലഭിക്കുക എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അഴിമതിരഹിതമായ ഭരണമാണ് ലക്ഷ്യമെന്നും മുൻപുണ്ടായിരുന്ന മികച്ച പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടുപോകുമെന്നും ആവശ്യമായ മേഖലകളിൽ മാറ്റം കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങൾക്ക് മുമ്പാകെ വെക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് നമുക്ക് രണ്ട് തരത്തിലും, ഒന്ന് ജനപ്രതിനിധി എന്ന നിലയിലും അതോടൊപ്പം തന്നെ ഒരു മന്ത്രിസഭാംഗമാകാൻ അവസരം ലഭിച്ചാൽ അങ്ങനെ തരത്തിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തീർച്ചയായിട്ടും എൻ്റെ ഉത്തരവാദിത്തം കായംകുളം നിയമസഭാ മണ്ഡലത്തോട് പരിപൂർണമായും നിറവേറ്റണമെന്നുള്ളതാണ് എൻ്റെ താല്പര്യം. കായംകുളത്തെ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുക, അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക, ഒരു ഭാവിയിൽ ഒരു നിയോജക മണ്ഡലത്തിൻ്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.